വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ബെയ്ലി ബ്രിഡ്ജ് എന്താണ്? വയനാട്ടിൽ നിർമ്മിക്കുന്ന ബെയ്ലി പാലം. എന്താണ് ഇവയുടെ പ്രത്യേകതകൾ? വേറെ എവിടെയൊക്കെയാണ് ഈ പാലം ഉള്ളതെന്നുകൂടെ നമുക്ക് നോക്കാം. മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടി യോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും അതുപോലെ തന്നെ എടുത്തു മാറ്റാവുന്നതും തരത്തിലുള്ള താൽക്കാലിക പാലത്തെയാണ് ബെയ്ലി പാലം എന്ന് പറയപ്പെടുന്നത്. ബ്രിട്ടീഷുകാരുടെ കണ്ടുപിടുത്തമാണ് ഈ പാലം. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ എളുപ്പമാക്കുന്നതിനായി ബെയ്ലി പാലം സൈന്യം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. JCBയും ഹിറ്റാച്ചിയും ആംബുലൻസും അടക്കം കടന്നു പോകാൻ ശേഷിയുള്ള കരുത്തുള്ള പാലമാണ് സൈന്യം നിർമ്മിച്ചത്. പ്രദേശത്തെ പാലം ഒലിച്ചുപോയതായിരുന്നു മുണ്ടക്കൈയിലേക്കും അട്ടമലയിലേക്കും എത്താനുള്ള പ്രധാന വെല്ലുവിളി. കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൻ സിംഗ് നാദവിന്റെ നേതൃത്വത്തിലാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം. 17 ട്രക്കുകളിലാണ് പാലം നിർമ്മാണത്തിന്റെ സാമഗ്രികൾ ഇന്നലെ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ എത്തിച്ചത്. 195 അടി നീളമുള്ള ബെയ്ലി പാലമാണ് വയനാട്ടിൽ സൈന്യം ഉപയോഗിക്കുന്നത്. 110 അടി നീളവും 50 ടൺ ഭാരമുള്ള ബെയ്ലി പാലമാണ് സാധാരണയായി രക്ഷാപ്രവർത്തനത്തിനായി നിർമ്മിക്കാറുള്ളത്. എന്നാൽ വയനാട്ടിലാകട്ടെ 180 അടി നീളമുള്ള പാലമാണ് വേണ്ടുന്നത്. എന്നാൽ വയനാട്ടിൽ മാത്രമല്ല, പല ദുരന്ത മേഖലയിലും മുമ്പും രക്ഷാപ്രവർത്തനങ്ങളിൽ ബെയ്ലി പാലം വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷുകാരുടെ കണ്ടുപിടുത്തമാണ് ഈ പാലം. എന്നാൽ എന്താണ് ബെയ്ലി പാലം എന്നത് എല്ലാവരുടെ ഉള്ളിൽ ഉയരുന്ന ചോദ്യമാണ്. മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടി യോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും അതുപോലെ തന്നെ എടുത്തു മാറ്റാവുന്ന തരത്തിൽ താൽക്കാലിക പാലത്തെയാണ് ബെയ്ലി പാലം എന്ന് അറിയപ്പെടുന്നത്. ഉരുക്കും തടിയുമാണ് ഈ പാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ. മുമ്പ് നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ എവിടെയാണോ പാലം ആവശ്യമുള്ളത് അവിടേക്ക് എത്തിക്കുകയും കൂട്ടിച്ചേർക്കുകയുമാണ് ചെയ്യാറ്. വലിയ ചെരിവുള്ള ദുർഘട പ്രദേശങ്ങളിൽ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമാണ് ഇവ നിർമ്മിക്കുക. ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ച് ക്ലാസ് 40 ടൺ, ക്ലാസ് 70 ടൺ വിഭാഗത്തിലുള്ള പാലങ്ങളാണ് സാധാരണയായി കൊണ്ടുവരാറുള്ളത്. ബ്രിട്ടീഷ്, കനേഡിയൻ, അമേരിക്കൻ കരസേനയാണ് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. 1940-41 ഘട്ടത്തിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്താണ് ബ്രിട്ടീഷുകാരനായ റൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഈ പാലം കണ്ടുപിടിച്ചത്. ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളൊന്നും ആവശ്യമില്ല എന്നത് ഇതിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും ആവശ്യമില്ല. വളരെ ഉറപ്പുള്ളതിനാൽ ടൺ കണക്കിന് ഭാരമുള്ള വലിയ യുദ്ധ ടാങ്കറുകളും ഇതിലൂടെ കൊണ്ടുപോകാനാകുകയും ചെയ്യും. 1996 ജൂലൈ 29 ഉച്ച കഴിഞ്ഞ് 3:30 പത്തനംതിട്ട റാന്നി പമ്പാ നദിക്ക് കുറുകെയുള്ള പാലം പെട്ടെന്നാണ് തകർന്ന് നദിയിൽ വീണത്. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, പാലത്തിൽ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആയതിനാൽ വലിയ അപകടം ഒഴിവാകുകയും ചെയ്തു. പാലം തകർന്നതോടെ റാന്നി രണ്ടായി വിഭജിക്കപ്പെട്ടു. പിന്നീട് ഇന്ത്യൻ കരസേന റാന്നിയിലെത്തി വെറും 3 ദിവസം കൊണ്ട് ബെയ്ലി പാലം നിർമ്മിച്ചു. കരസേനയുടെ ബെയ്ലി പാല നിർമ്മാണം ജനങ്ങൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. എന്നാൽ വയനാട്ടിൽ 2 ദിവസം കൊണ്ട് പാലം പൂർത്തിയാക്കിയത് അഭിമാനം തന്നെയാണ്. ചെളിയിൽ ചവിട്ടി നിന്ന് തോളോട് തോൾ ചേർന്ന കരസേന അംഗങ്ങൾ ബെയ്ലി പാലത്തിന്റെ ഓരോ ഭാഗങ്ങളും ചേർത്ത് വെക്കുന്നതും നാം കണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.